നമസ്കാരം. തലമുടിക്ക് രാസവസ്തുക്കളില്ലാതെ സംരക്ഷണം നൽകാൻ പണ്ട് മുതലേ നമ്മുടെ പൂർവികർ ആശ്രയിച്ചിരുന്നത് പ്രകൃതിദത്തമായ മാർഗങ്ങളെയാണ്. അത്തരത്തിൽ സൗന്ദര്യ സംരക്ഷണത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു താളി. ഷാമ്പുവും കണ്ടീഷണറും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് തലമുടിക്ക് തിളക്കവും ആരോഗ്യവും നൽകാൻ താളിക്കുള്ള കഴിവ് അതിശയകരമായിരുന്നു. എന്താണ് താളി, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങളെന്ന് നോക്കാം. താളി എന്നത് ശുദ്ധമായ സസ്യങ്ങൾ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി തലമുടി കഴുകാനായി ഉപയോഗിക്കുന്ന ഒരു പരമ്പരാഗത കൂട്ടാണ്. ഇത് മുടിയെ വൃത്തിയാക്കാനും ആരോഗ്യവും തിളക്കവും നൽകാനും സഹായിക്കും. രാസവസ്തുക്കൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ മുടിക്ക് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകില്ല എന്നതാണ് താളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചെമ്പരത്തിയുടെ ഇലയും പൂവും താളിയുടെ പ്രധാന ചേരുവകളിൽ ഒന്നാണിത്. ചെമ്പരത്തി ഇലയും പൂവും മുടിയെ മൃദുവാക്കാനും കണ്ടീഷൻ ചെയ്യാനും സഹായിക്കുന്നു. ഇതിന് സ്വാഭാവികമായ ക്ലീനിങ് ഏജന്റ് ഗുണങ്ങളുണ്ട്. മുടി കൊഴിച്ചിൽ തടയാനും അകാലനര കുറയ്ക്കാനും ഇത് സഹായിക്കും. കറ്റാർവാഴ മുടിക്ക് ഈർപ്പം നൽകാനും താരം കുറയ്ക്കാനും തലയോട്ടിക്ക് തണുപ്പ് നൽകാനും കറ്റാർവാഴ വളരെ നല്ലതാണ്. ഇതിലെ എൻസൈമുകൾ തലയോട്ടിയിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കും. വിറ്റാമിൻ സി ധാരാളമടങ്ങിയ നെല്ലിക്ക മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. ബ്രഹ്മി മുടി വളർച്ചയ്ക്കും മുടിയുടെ കട്ടി വർദ്ധിപ്പിക്കാനും തലയോട്ടിയിലെ ചൊറിച്ചിൽ മാറ്റാനും ബ്രഹ്മി വളരെ നല്ലതാണ്. ചിലർ തലേ ദിവസത്തെ കഞ്ഞിവെള്ളവും താളിയിൽ ചേർക്കാറുണ്ട്. ഇത് മുടിക്ക് ബലവും തിളക്കവും നൽകാൻ സഹായിക്കും. താളി ഉണ്ടാക്കുന്നത് വളരെ ലളിതമാണ്. ആവശ്യമുള്ള ചേരുവകൾ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയിൽ ആവശ്യത്തിന് വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇത് ഒരു മിനുസമുള്ള പേസ്റ്റ് രൂപത്തിലാക്കുക. തയ്യാറാക്കിയ പേസ്റ്റ് തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. ഷാമ്പു ഉപയോഗിക്കുന്നത് പോലെ പതയില്ലെങ്കിലും താളിക്ക് വൃത്തിയാക്കാനുള്ള കഴിവുണ്ട്. 5 മുതൽ 10 മിനിറ്റ് വരെ തലയോട്ടിയിൽ നന്നായി മസാജ് ചെയ്യുക. ശേഷം വെള്ളത്തിൽ മുടി നന്നായി കഴുകി വൃത്തിയാക്കുക. മുടിയിൽ താളിയുടെ അംശങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക. മുടിയെ മൃദുവാക്കാനും തിളക്കം നൽകാനും ഇത് സഹായിക്കുന്നു. ഇത് തലയോട്ടിയെ പോഷിപ്പിക്കുകയും മുടിവേരുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. തലയോട്ടിയിലെ ചൊറിച്ചിലും താരനും കുറയ്ക്കാൻ ഇത് സഹായിക്കും. കൂടാതെ തലയോട്ടിക്ക് കുളിർമ നൽകുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. താളി ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും പുതിയതായി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. തലയിൽ ഒരുപാട് എണ്ണമയം ഉണ്ടെങ്കിൽ താളി ഉപയോഗിക്കുന്നതിന് മുൻപ് ചെറുപയർ പൊടി, കടലമാവ് എന്നിവ ഉപയോഗിച്ച് എണ്ണമയം കുറയ്ക്കണം. ഏതെങ്കിലും സസ്യം ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടോ എന്ന് നോക്കുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.